ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മളൊരു സ്ഥലത്തേക്ക് എത്തിയാൽ നമുക്ക് അറിയാത്ത വഴികൾ എങ്ങനെയാണ് ഒരാളോട് ചോദിച്ച് മനസ്സിലാക്കുക. അതിന് 3 മെത്തേഡാണ് ഞാൻ നിങ്ങളന്ന് പരിചയപ്പെടുത്തുന്നത് കേട്ടോ. ബിഫോർ ദാറ്റ് ഐ ജസ്റ്റ് റിമൈൻഡ് യു, പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ മൈ ചാനൽ. താങ്ക് യു. പോലീസ് സ്റ്റേഷനിലേക്കുള്ള വഴിയൊന്ന് പറഞ്ഞു തരാമോ? എങ്ങനെ ചോദിക്കും? കുഡ് യു ടെൽ മീ ദ വേ ടു ദ പോലീസ് സ്റ്റേഷൻ? കുഡ് യു ടെൽ മീ ദ വേ ടു ദ പോലീസ് സ്റ്റേഷൻ? അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴിയൊന്ന് പറഞ്ഞു തരാമോ? കുഡ് യു ടെൽ മീ ദ വേ ടു ദ റെയിൽവേ സ്റ്റേഷൻ? കുഡ് യു ടെൽ മീ ദ വേ ടു ദ റെയിൽവേ സ്റ്റേഷൻ എന്ന് ചോദിക്കാം. വേറൊരു മെത്തേഡാണ്, ഇവിടെ അടുത്ത് ഏതെങ്കിലും ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടോ? എങ്ങനെ ചോദിക്കും? ഈസ് ദെയർ എ റെയിൽവേ സ്റ്റേഷൻ നിയർ ഹിയർ? ഈസ് ദെയർ എ റെയിൽവേ സ്റ്റേഷൻ നിയർ ഹിയർ? ഇവിടെ അടുത്തൊരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടോ? ഈസ് ദെയർ എനി റെയിൽവേ സ്റ്റേഷൻ നിയർ ഹിയർ? ഇവിടെ അടുത്ത് ഏതെങ്കിലും പോലീസ് സ്റ്റേഷനുണ്ടോ? ഈസ് ദെയർ എനി പോലീസ് സ്റ്റേഷൻ നിയർ ഹിയർ? ഈസ് ദെയർ എനി പോലീസ് സ്റ്റേഷൻ നിയർ ഹിയർ എന്ന് ചോദിക്കാം. ഇനി വേറൊരു മെത്തേഡാണ്, എങ്ങനെയാണ് ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുക? ഹൗ ഡു ഐ ഗെറ്റ് ടു ദ റെയിൽവേ സ്റ്റേഷൻ? ഹൗ ഡു ഐ ഗെറ്റ് ടു ദ റെയിൽവേ സ്റ്റേഷൻ എന്ന് ചോദിക്കാം. പോസ്റ്റ് ഓഫീസിലേക്ക് എങ്ങനെ എത്താം? ഹൗ ഡു ഐ ഗെറ്റ് ടു ദ പോസ്റ്റ് ഓഫീസ്? ഹൗ ഡു ഐ ഗെറ്റ് ടു ദ പോസ്റ്റ് ഓഫീസ് എന്ന് ചോദിക്കാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് പുതിയ 3 പ്രയോഗങ്ങൾ പഠിക്കാം. കംപ്ലയിൻറ്റ്സ്, പരാതികൾ. നമ്മൾ ഈ റെസ്റ്റോറൻറ്റിലൊക്കെ ചായ കുടിക്കാൻ പോകുമ്പോഴേ ചായക്ക് ചെറിയൊരു ചവർപ്പൊക്കെ ഉണ്ടാവും ചില സമയത്ത്. ഇതൊക്കെ നമ്മൾ എങ്ങനെ കംപ്ലയിൻറ്റ് ചെയ്യണം? ഇംഗ്ലീഷിൽ സോറി യുവർ ടീ ടേസ്റ്റ് ഇസ് ബിറ്റർ. ഈ ചായക്ക് ചെറിയൊരു ചവർപ്പുണ്ട്. സോറി യുവർ ടീ ടേസ്റ്റ് ഇസ് ബിറ്റർ. യുവർ ടീ ടേസ്റ്റ് ഇസ് ബിറ്റർ. ഇനി ചിലപ്പം ചോറൊക്കെ നന്നായി വെന്തിട്ടുണ്ടാവില്ലേ, ഓവറായിട്ട് വെന്തുണ്ടാവും. ഇതൊക്കെ എങ്ങനെ പറയും? സോറി യു ഹാവ് ഓവർ ബോയിൽ ദ റൈസ്. സോറി യു ഹാവ് ഓവർ ബോയിൽ ദ റൈസ്. നന്നായിട്ട് വേവിച്ചിട്ടുണ്ട്, വേവ് അല്പം കൂടിപ്പോയിട്ടുണ്ടെന്ന് പറയും. ഇനി പൊതുവേ ഈ ടീച്ചേഴ്സൊക്കെ പാരൻസിനോട് കംപ്ലയിൻറ്റ് പറയാറുണ്ടല്ലോ, നിങ്ങളുടെ മോന് സ്പെഷ്യൽ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യാറില്ല റെഗുലറായിട്ട്. എങ്ങനെ പറയും? യുവർ സൺ ഡസൻറ്റ് അറ്റൻഡ് ദ സ്പെഷ്യൽ ക്ലാസ് റെഗുലർലി. Sorry, your son doesn't attend the special class regularly.